UDFന് അധികാരം കിട്ടുമോ ഇല്ലയോ എന്ന കാര്യത്തിൽ, അല്ലെങ്കിൽ LDFന് അധികാരം കിട്ടുമോ ഇല്ലയോ എന്നുള്ള കാര്യത്തിൽ ഉറപ്പില്ല. സ്വാഭാവികമായും ഫലപ്രഖ്യാപനം തന്നെയാണ് ആളുകൾ ആകാംക്ഷയോടെ കാത്തിരിക്കുന്നത്. പക്ഷേ അധികാരം കിട്ടിയാലും ഇല്ലെങ്കിലും UDFൽ അടി ഉറപ്പാകും എന്ന് ഉറപ്പായി. അത് ആവർത്തിച്ച് പറയേണ്ട, അടിവരയിട്ട് പറയേണ്ട ഒരു കാര്യമാണ്. അധികാരം കിട്ടുമോ ഇല്ലയോ എന്ന് ഉറപ്പായിട്ടില്ലെങ്കിലും UDFൽ, പ്രത്യേകിച്ച് UDFനെ നയിക്കുന്ന കോൺഗ്രസിൽ അടിപൊട്ടും എന്ന് ഉറപ്പാണെന്ന് ഉറപ്പായിരിക്കുന്നു. ഇങ്ങനെ പറയേണ്ടി വരുന്നതിൽ ഒരു രാഷ്ട്രീയ മാധ്യമ പ്രവർത്തകൻ എന്ന നിലയ്ക്ക് ഖേദമില്ലാതില്ല. പക്ഷേ 10 വർഷത്തിന് ശേഷം കേരളത്തിൻ്റെ അധികാരത്തിലേക്ക് എന്ന് പറഞ്ഞാൽ അധികാര സ്ഥിരാകേന്ദ്രത്തിലേക്ക്, സെക്രട്ടേറിയറ്റിലേക്ക് നടന്നു കയറാൻ കോൺഗ്രസും കോൺഗ്രസ് നയിക്കുന്ന മുന്നണിയും തയ്യാറായിരിക്കുന്നു എന്ന പ്രതീതി കേരളത്തിലാകെ പരത്തുന്നതിൽ കോൺഗ്രസിലെയും UDFിലെയും അവരെ അനുകൂലിക്കുന്ന UDF ഭക്തസംഘം എന്നൊക്കെ പറയാവുന്ന കുറേ ആളുകളുടെയും, അനുഭാവികളടക്കമുള്ള സഹയാത്രികർ അടക്കമുള്ള ആളുകളുടെയും ശ്രമങ്ങൾ വിജയിച്ചു നിൽക്കുന്നു എന്ന് പറയാവുന്ന സ്ഥിതിയുണ്ട്. ഇലക്ഷൻ കഴിഞ്ഞപ്പോൾ കുറേ ആളുകൾ UDF വന്നേക്കാം എന്ന പ്രതീതിയുടെ ഒരു മായാലോകത്തിലോ മായിക വലയത്തിലോ ആണ്. അത് എന്ത് ബേസിസിലാണ്, എന്ത് വസ്തുതകളുടെ പിൻബലത്തിലാണ് അങ്ങനെ പറയുന്നത് എന്ന് ചോദിച്ചാൽ അവർ ഉരുളും. മറുപടി ഒന്നുമില്ല. പക്ഷേ UDF ആണ് എന്നൊരു പ്രതീതി ഉണ്ടാക്കി വച്ചിരിക്കുന്നു കുറേ ആളുകൾ ചേർന്ന്. അങ്ങനെ ആയിരിക്കുമ്പോഴാണ് എന്താണ് ഈ സംഭവിക്കുന്നത്? മുഖ്യമന്ത്രി ആരായിരിക്കും എന്നതിനെക്കുറിച്ചുള്ള അടിയുടെ സൂചനകൾ. ഈ അടിയുടെ സൂചനകൾ, അടി എന്ന വാക്ക് നമ്മൾ പറയുന്നത് അതിരൂക്ഷമായ, അഗ്രസീവായ തർക്കത്തെക്കുറിച്ചാണ്, കലഹത്തെക്കുറിച്ചാണ്. അല്ലാതെ കായികമായി പരസ്പരം അവർ തമ്മിലടിക്കും എന്നല്ല നമ്മൾ ഉദ്ദേശിക്കുന്നത്. അങ്ങനെ വ്യാഖ്യാനിക്കേണ്ടതില്ല. കാരണം കോൺഗ്രസ്സുകാർ തമ്മിലടിക്കാൻ പോകുന്നു, മുഖ്യമന്ത്രി ആരാകും, മന്ത്രിമാരാകും എന്നതിൻ്റെ പേരിൽ എന്ന് പ്രചരിപ്പിക്കാൻ ശ്രമിക്കുന്നു എന്ന് അവർ പറയേണ്ടതില്ല, കരുതേണ്ടതില്ല. പക്ഷേ വഴക്ക്, കലഹം, രൂക്ഷമായ വഴക്കുറപ്പാണ്. അത് LDFിൽ നിന്ന് തികച്ചും വ്യത്യസ്തമായ ഒരു കാര്യമാണ്. എങ്ങനെയാണ്, ഏതൊക്കെ തലങ്ങളിലാണ്? ഒന്ന്, മുഖ്യമന്ത്രിയാകാനുള്ള തർക്കം, കലഹം, പോരാട്ടം, കലാപം. സതീശനാണോ നിലവിലെ പ്രതിപക്ഷ നേതാവ് VD സതീശനാണോ, മുൻ പ്രതിപക്ഷ നേതാവും പ്രചാരണ സമിതി ചെയർമാനുമായിരുന്ന രമേശ് ചെന്നിത്തലയാണോ മുഖ്യമന്ത്രി ആവേണ്ടത് എന്നതിലാണ് പ്രധാന തർക്കം. ആ തർക്കത്തിലേക്ക് തക്കം നോക്കി പറന്നിറങ്ങാൻ, അല്ലെങ്കിൽ തർക്കം നോക്കി നൂണ്ടിറങ്ങാനെന്നും പറയാം. ശശി തരൂർ, K സുധാകരൻ, സണ്ണി ജോസഫ്, KC വേണുഗോപാൽ, അങ്ങനെ ചില ആളുകൾ കൂടി ഇരിപ്പുണ്ട്. അതിനിടയിലൂടെ തിരുവഞ്ചൂർ രാധാകൃഷ്ണനും K മുരളീധരനും മുഖ്യമന്ത്രി കസേരയിലേക്ക് പാളി നോക്കുന്നുമുണ്ട്. എന്തായാലും VD സതീശനും രമേശ് ചെന്നിത്തലയും മുഖാമുഖം നിൽക്കുകയാണ്. K സുധാകരൻ സ്വന്തം മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി വലിയ അവകാശവാദമൊന്നും ഉന്നയിക്കുന്നില്ലെങ്കിലും KPCC അധ്യക്ഷ സ്ഥാനം പോവുകയും അതിനുശേഷം നിയമസഭയിലേക്ക് മത്സരിക്കാൻ കഴിയാതിരിക്കുകയും ചെയ്തതിൻ്റെ രോഷം തീർക്കുന്ന മട്ടിൽ ചില വെടികളിടയ്ക്ക് പൊട്ടിക്കുന്നുണ്ട്. അത് VD സതീശന് എതിരുമാണ്. അത് നൽകുന്ന കൃത്യമായ സൂചനകൾ ഇലക്ഷന് ശേഷം 24 ദിവസം കാത്തിരുന്ന് ഫലം വരുമ്പോൾ തമ്മിലടി രൂക്ഷമാകും എന്ന് തന്നെയാണ്. മുഖ്യമന്ത്രി സ്ഥാനത്തിന് വേണ്ടി മാത്രമായിരിക്കില്ല അടി. UDF വരികയാണെങ്കിൽ ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട് എന്ന വെടി ലീഗ് പൊട്ടിച്ചു കഴിഞ്ഞു. വെടി പൊട്ടിക്കുക എന്നുള്ള ചിരപുരാതനമായ പ്രയോഗം തന്നെയാണ് അതിന് യോജിക്കുന്നത്. കാരണം ഉപമുഖ്യമന്ത്രി സ്ഥാനം വേണം എന്ന അവകാശവാദം അതിൻ്റെ എല്ലാ ശക്തിയോടും കൂടി മുമ്പൊരിക്കലും അത്ര കാര്യമായി UDFിൽ ലീഗ് ഉന്നയിച്ചിട്ടില്ല. മുമ്പൊരിക്കൽ, കൃത്യമായി പറഞ്ഞാൽ 2001 E. അഹമ്മദിൻ്റെ നേതൃത്വത്തിലുള്ള ഒരു ശ്രമം നടന്നിരുന്നു. E. അഹമ്മദ് AK ആൻ്റണി സർക്കാരിൽ ഉപമുഖ്യമന്ത്രി ആകും എന്ന പ്രതീതി വന്നിരുന്നു. അന്ന് കോൺഗ്രസ് അധ്യക്ഷയായിരുന്ന സോണിയാഗാന്ധി ഉറപ്പ് കൊടുത്തു എന്നും വന്നിരുന്നു. പക്ഷെ അവസാന നിമിഷം
AK ആന്റണി തന്നെ അഭിപ്രായ വ്യത്യാസം അറിയിക്കുകയും ഉപമുഖ്യമന്ത്രി പദവി വേണ്ട എന്ന് വയ്ക്കുകയും ചെയ്യുകയാണ് ഉണ്ടായത്. അത് കൃത്യമാണ് വിവരം. പിന്നീടൊരിക്കലും ഇങ്ങോട്ട് 2011 വന്നല്ലോ, ഉമ്മൻചാണ്ടിയുടെ നേതൃത്വത്തിലുള്ള സർക്കാർ വന്നു. അപ്പോഴും ലീഗ് ഉപമുഖ്യമന്ത്രി എന്നൊക്കെയുള്ള വിവരങ്ങൾ അന്തരീക്ഷത്തിൽ പറഞ്ഞെങ്കിലും അവർ ഒരു ക്ലെയിം ഉന്നയിച്ചില്ല. പക്ഷേ ഇത്തവണ യൂത്ത് ലീഗിൻ്റെ സംസ്ഥാന അധ്യക്ഷനും പാണക്കാട് തങ്ങൾ കുടുംബത്തിലെ ഏറ്റവും ശ്രദ്ധേയരായ യുവ നേതാക്കളിൽ ഒരാളുമായ പാണക്കാട് മുനവ്വർ ശിഹാബ് തങ്ങൾ തന്നെ കൃത്യമായി പറഞ്ഞിരിക്കുന്നു, മുസ്ലിം ലീഗിന് ഉപമുഖ്യമന്ത്രി സ്ഥാനത്തിന് അർഹതയുണ്ട്. ചോദിക്കുമോ ഇല്ലയോ എന്ന് അദ്ദേഹം പറഞ്ഞിട്ടില്ല. ചോദിച്ചാൽ അതും വിഷയമാവും. 21 മന്ത്രിമാരാണ് സാധാരണ ഉണ്ടാവുക. ആ 21 മന്ത്രിമാരിൽ കോൺഗ്രസിൻ്റെ മന്ത്രിമാരെത്ര, ഏതൊക്കെ ഗ്രൂപ്പിൽ ആരൊക്കെ, ഏതൊക്കെ സമുദായ സമവാക്യങ്ങൾ, ഘടകകക്ഷി മന്ത്രിമാരുടെ വകുപ്പ്, അങ്ങനെ പല പല കാര്യങ്ങളിൽ തർക്കം. ആ തർക്കമെല്ലാം കഴിഞ്ഞ് സർക്കാർ രൂപീകരിച്ചാൽ അടുത്തത് ബോർഡുകളും കോർപ്പറേഷനുകളും അതിൻ്റെ ചെയർമാൻ പദവികളും വിഭജനം പങ്കുവയ്ക്കുന്നതിനെക്കുറിച്ചുള്ള തർക്കങ്ങൾ. അങ്ങനെയുള്ള ഒരുപാട് തർക്കങ്ങളിലേക്കാണ് തങ്ങളുടെ സർക്കാർ പിറക്കാൻ പോകുന്നത് എന്നാണ്. സർക്കാർ ഉണ്ടാകുമോ എന്ന് ഇപ്പോഴും ഉറപ്പില്ലായിരിക്കെ വോട്ട് പെട്ടിയിലിരിക്കുകയാണ്. പുറത്തെടുത്ത് എണ്ണിയാൽ മാത്രമേ അറിയാൻ പറ്റുകയുള്ളൂ ആരാണ് സർക്കാർ ഉണ്ടാക്കുക എന്ന്. തുടർഭരണമാണോ, 11ാം വർഷവും അടുത്ത 15 വർഷത്തേക്ക് വയ്ക്കാൻ വേണ്ടി LDF വരികയാണോ എന്നറിയില്ല. പക്ഷേ UDFിലെ തർക്കങ്ങൾ, ആ തർക്കങ്ങൾ നൽകുന്ന പാഠം ഒരൊറ്റ വരിയിൽ പറഞ്ഞാൽ എന്താണ്? ജനങ്ങൾ വിശ്വസിച്ച് ഏൽപ്പിക്കുന്നുണ്ടെങ്കിൽ ആ വിശ്വാസത്തിന് നേർക്ക് കൊഞ്ഞനം കുത്തുന്ന, ആ വിശ്വാസത്തെ തട്ടിക്കൂട്ടി കാൽക്കീഴിലിട്ട് ചവിട്ടി അരയ്ക്കുന്ന ജനാധിപത്യത്തിൻ്റെ പ്രാഥമിക മര്യാദകളില്ലാത്തവരാണ് തങ്ങളെന്ന് ഒരിക്കൽ കൂടി കോൺഗ്രസും UDFും സ്വയം തുറന്നു കാട്ടുകയാണ്. അത് അവരെ തകർക്കാൻ ഉപകരിക്കുള്ളൂ. കോൺഗ്രസ് തകരുകയും UDF തകരുകയും തകരണമെന്ന് ആഗ്രഹിക്കുന്നത് കേരളത്തിലെ ഒരു ജനാധിപത്യവാദിയുടെയും ഏറ്റവും കുറഞ്ഞ ആഗ്രഹം പോലുമല്ല. കാരണം കോൺഗ്രസ് തകരുന്നിടത്ത്, UDF തകരുന്നിടത്ത് കേരളത്തിലും നിലയുറപ്പിക്കാൻ പോകുന്നത് BJPയും NDAയുമായിരിക്കും എന്നുള്ള പ്രാഥമിക രാഷ്ട്രീയ ബോധം രാഷ്ട്രീയം ആർക്കും അറിയാവും. അതറിയാത്ത, കോൺഗ്രസിൻ്റെ വിലയും നിലയും അറിയാത്ത കോൺഗ്രസ് നിലനിൽക്കണം, പ്രതിപക്ഷത്താണെങ്കിലും അല്ലെങ്കിൽ ഭരണപക്ഷത്താണെങ്കിൽ മാനം മര്യാദയ്ക്ക് നിലനിൽക്കണം എന്ന് അറിയാത്ത ഒരേ ഒരു കൂട്ടർ കോൺഗ്രസ് മാത്രമാണ്, UDF മാത്രമാണ്. അതിൻ്റെ ബാക്കി ഭാഗങ്ങൾ ഇനി മെയ് 4 മുമ്പ് വരാനിരിക്കുന്നതേ ഉള്ളൂ, കണ്ടു തന്നെ അറിയാം.